Hi guys, welcome to my YouTube channel. ഞാൻ ഇന്ന് മസ്തിഷ്ക മരണം പുല്ല് പടത്തിന്റെ പേര് പറയാൻ പറ്റുന്നില്ല. യെസ്, ആ പടം കണ്ടു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ആ പടം തന്നത്. അതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. സോ ആ ഒരു സെൻസിൽ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. മൂവി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ പ്രശാന്ത്. പുള്ളി ഒരു അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു ടാലന്റഡ് ആയിട്ടൊരു ഡയറക്ടർ. പുള്ളിയുടെ വിഷനാണ് ഈ പടം. അത് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ ടെക്നിക്കൽ സൈഡ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രാഫി, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, എവറിത്തിങ് ഇസ് ടോപ്പ് നോച്ച്. ഈ പടത്തിന്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവാണ് മേക്കിംഗ്. ഈ പടത്തിന്റെ മേക്കിംഗ് ആണ് ഈ പടത്തിന്റെ പോസിറ്റീവ്. ഇതിലെ കാസ്റ്റ് രജിഷ വിജയൻ, ജഗദീഷ് ചേട്ടൻ, വിഷ്ണു അഗസ്ത്യ, ദിവ്യപ്രഭ, മനീന്ദ്ര രാജു, ആൻഡ് ഒരു വലിയൊരു കാസ്റ്റ് തന്നെ ഉണ്ട്. എല്ലാവരും അടിപൊളിയാണ്. ആൻഡ് ഇവർ ഈ പടത്തിൽ കുറെ റെഫറൻസ് എടുക്കുന്നുണ്ട്. ആറാട്ടൻ്റെ റെഫറൻസ് ഉണ്ട്, നമ്മുടെ അശ്വന്ത് ഗോക്കിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. അശ്വന്ത് ഗോക്ക് ഈ റിവ്യൂ എങ്ങനെ ഇടുന്നതാണ് ഞാൻ നോക്കി കാണുന്നത്. ആൻഡ് പുള്ളീനെ അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു പടത്തിൽ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഫണ്ണാണ് പടം, ഫൺ റൈഡാണ് പടം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ ഒരു ഷോർട്ട് ഇട്ടായിരുന്നു, അതിൽ പറഞ്ഞതുപോലെ ഇത് രണ്ട് തരം ആൾക്കാർക്ക് പറ്റിയ പടമാണ്. ഒന്ന് ഈ ഫ്യൂച്ചർ ടെക്നോളജി ഒക്കെ, AI എന്താണ്, ഗെയിമിംഗ് എന്താണ്, VR എന്താണെന്നൊക്കെ അറിയുന്നവർക്ക് ഈ സിനിമ നന്നായിട്ട് കണക്ട് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാവും. വേറെ ചില ഗ്രൂപ്പുണ്ട് ഇപ്പോഴും പഴയ കാലത്ത് ചിന്താഗതിയും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരു ഓൾഡ് ജനറേഷൻ, ആ ഒരു കാറ്റഗറി, ഇപ്പോഴും അവർക്കൊന്നും ഈ പടം അത്ര കണക്ട് ആവില്ല, അവർക്കത് മനസ്സിലാവില്ല. ഈ സിനിമയുടെ ഒരു വെല്ലുവിളി അതാണ്, ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഇത് എവ്രിബഡീസ് കപ്പ് ഓഫ് ടീ അല്ല. അതുകൊണ്ട് തന്നെ രണ്ട് അഭിപ്രായം വരും. നമ്മുടെ എൽ ജി ബിയുടെ ഒരു പടം, നമ്മുടെ ഡബിൾ ബാരൽ പടം ഇറങ്ങിയ സമയത്ത് ഓരോരുത്തരും പടം കാണാൻ പോയില്ല. കണ്ടവരാണെങ്കിൽ പടത്തിന് കിട്ടിയ പടം. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ആ പടത്തിന് കിട്ടിയൊരു എന്താ പറയുക, റെക്കഗ്നൈസേഷൻ, അല്ലെ പടത്തിനുള്ളൊരു ഹൈപ്പ്, എല്ലാവർക്കും പടങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആൾക്കാർക്ക് ആ എക്സ്പെരിമെന്റ് അന്ന് വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി. അതുപോലെ ഈ സിനിമയ്ക്കും അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്. ഈ സിനിമ ഇപ്പോൾ ആൾക്കാർക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലോ അല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഭാവിയിൽ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ വരാൻ പോകുന്ന പിള്ളേർക്ക് ഈ പടം കാണുമ്പോൾ ദിസ് ഇസ് എ ഗ്രേറ്റ് മൂവി എന്ന് പറയും. അതുപോലത്തെ ഒരു പരിപാടിയാണ് ഈ പടം. രണ്ടാമത്തെ കാര്യം, ഈ സിനിമേന്റെ ക്ലൈമാക്സ്, എൻഡിങ് വിത്തൗട്ട് സ്പോയിലർ ഞാൻ പറയാം, എൻഡിങ് നമുക്ക് മനസ്സിലാവില്ല. അത് പരിപാടി മനസ്സിലാവണമെങ്കിൽ ഈ പടം 2 വട്ടമെങ്കിലും മിനിമം കാണണം. ഞാൻ ഈ സിനിമ ഒന്നും കൂടി കണ്ടാൽ മാത്രമേ എനിക്ക് ഇതിന്റെ ക്ലൈമാക്സ് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു കൺഫ്യൂഷൻ വരും. ജസ്റ്റ് ഒരു കമ്പാരിസൺ ചെയ്യാണ് നമ്മുടെ ഇൻസ്പെക്ഷൻ പടല്ലേ, ക്രിസ്റ്റഫർ നോളന്റെ, അതിലൊരു ക്ലൈമാക്സിൽ ഒരു പറയുകയാണ് ഇത് റിയാലിറ്റിയാണോ അതോ റിയൽ ലൈഫിൽ നടക്കുന്നതാണ്, അതുപോലത്തെ ഒരു പരിപാടി ഈ സിനിമയുടെ ക്ലൈമാക്സിലുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്തായി കമന്റ് ചെയ്യുക. ഇതുപോലത്തെ മൂവി റിലേറ്റഡ് വീഡിയോസ് കാണാൻ എന്നെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും